നമസ്കാരം. മഞ്ചേരത്തിലേക്ക് സ്വാഗതം. മഞ്ചേരത്തിന്റെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ നാം കുച്ചിപ്പുടിയെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്നത്തെ മഞ്ചേരത്തിൽ കുച്ചിപ്പുടി എന്ന കലാരൂപത്തിന് വന്നിട്ടുള്ള കാലാനുസൃതമായ പരിഷ്കാരങ്ങളെയും മാറ്റങ്ങളെയും കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ശിവറാമിനെ മഞ്ചേരത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത് കേരളത്തിലേക്ക് കുച്ചിപ്പുടി വന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അതിന്റെ തുടർച്ചയായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയ ഭാഗം പാറശാല വഴി അല്ലേ, പാറശാല വഴി ഒന്ന്. അപ്പം അവിടെ കുറേ നർത്തകവൃന്ദങ്ങൾ തമ്പടിച്ചിരുന്നു എന്നുള്ളതിന് അവിടെ തെളിവ് ധാരാളം എപ്പോഴും വെച്ചാൽ ഇപ്പോഴും അവിടെ ഒരു കലുങ്കത്തെരുവ് എന്ന് പറഞ്ഞിട്ടൊരു തെരുവുണ്ട്. അപ്പം അവിടെ താമസിച്ചിരുന്നതായിട്ട് വളരെ ഖനനമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് ചരിത്രപരമായിട്ട് സാംസ്കാരികപരമായിട്ടും ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിങ്ങനെ പിന്നെ വേറൊരു ഇതുണ്ട്. ഇത് ഇപ്പോൾ വളരെ പഴമയാർന്ന വളരെ ഇതുള്ള ഫാമിലിയിലേക്ക് ഈ കുച്ചിപ്പുടി കൂത്തിൻ്റെ രൂപത്തിൽ പലയിടത്തും ദത്തെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഇതിൽ ഉണ്ടായിരുന്ന ചില ഫാമിലികളായിരുന്നോ എന്ന് പോലും നമുക്ക് സംശയിക്കാവുന്നതാണ്. ആയിരുന്നിരിക്കാം. അതിലൊരു ഇതുണ്ട് വെച്ചാൽ സാധാരണ നമ്പൂതിരി ഇല്ലങ്ങളെ ഞാൻ അങ്ങനെ ഇതായിട്ട് പറയല്ല, ഇല്ലം എന്നാണ് പറയുക. ചിലടത്ത് മന എന്ന് പറയും. മലയാളത്തിൽ ശരിക്കും പറയേണ്ടത് മഠം എന്നാണ്, മഠം എന്ന് തന്നെയാണ്. അപ്പൊ ഈ ഇല്ലം എന്നുള്ളത് ആന്ധ്രാപ്രദേശത്തിലെ വീടുകൾക്കെല്ലാം ഇല്ലു എന്നാണ് പറയുന്നത്. ഇല്ലു. കർണാടകത്തില് അവിടെ താന്ത്രികമായിട്ടുള്ള ഇതില് എല്ലാവരും മന എന്നാണ് പറയുന്നത്. മന എന്നാണ് വീടുകൾക്ക് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പരിഷ്കാരം കൂടി ഇതിലേക്ക് ചേർന്ന് വന്നതാണ് എന്നാണ് എൻ്റെ അനുമാനം. ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പം അങ്ങനെ കലാപരമായിട്ടുള്ള വളരെ കഴിവുകളും ഇവരിൽ വളരെ ഉൾപ്പെട്ടിരുന്നുവല്ലോ. അപ്പം അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഖനനം വഴി നമുക്ക് പലകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളും കൂടിയാണ്. ഇന്നും കലുങ്കത്തെരുവ് എന്ന് പറയുന്നൊരു തെരുവ് അവിടെ അവിടെ ജീവിച്ചിരുന്നു. പണ്ട് അവർ കപ്പലിൽ വന്ന് അവിടെ ഇറങ്ങിയിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ്. ഈ കുച്ചിപ്പുടിക്ക് മോഹിനിയാട്ടമായിട്ട് ബന്ധമുണ്ട് എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ലേ, അങ്ങനെ ഉണ്ടോ? മോഹിനിയാട്ടമായിട്ട് വളരെ ബന്ധമുള്ള കാര്യമാണ്. മോഹിനിയാട്ടമായിട്ട് എങ്ങനെ ബന്ധം വന്നു എന്ന് ചോദിച്ചാൽ കുച്ചിപ്പുടിയിൽ മോഹിനി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ക്ഷീരസാഗര മദനം, അതിൽ പാട്ട് തന്നെയുണ്ട്. തരുണി മോഹിനി വച്ചേനമ്മ തട ക്ഷീരസാഗര